Good afternoon. Good afternoon, ma'am. Good afternoon. PDF കാണാമോ? ഇപ്പൊ കാണാലോ. ഓക്കെ, കാണാമോ? നോക്കി പിള്ളേരെ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഇവിടെ ഫീച്ചേഴ്സ് അല്ലേ എടുത്തോണ്ടിരുന്നത്? HMSന്റെ ഫീച്ചേഴ്സ് അല്ലേ? ഇതിൽ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? Gathered popular across many hospitals and large organization medical practice. This technology one requires to feed the patient information once. After that, it gets connected to numerous databases, and therefore this data be used for the future for that lab test clinical departments. Finding the data manually every time is not needed. Then, ease of access to patients details the most important benefit of using master patient index. As totally automated, minimize the possibility of errors and improve the safety of the information. എന്താണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു രോഗി ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ആളുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യും അല്ലെ? അതായത് ഒരു തവണയെങ്കിലും നമ്മൾ എന്താണ് വിവരങ്ങൾ ഒരിക്കൽ നൽകി കഴിഞ്ഞാൽ നമ്മളെ ബാക്കി എന്താണ്, എപ്പോ വേണമെങ്കിലും ആ ഒരു ആ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആളുടെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കിട്ടും. മ്യൂട്ടാണോ? മ്യൂട്ടാണല്ലോ. ഒരു പ്രാവശ്യം മാത്രം പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് കംപ്ലീറ്റ് എന്താണ് ബാക്കി എല്ലാ ഹോസ്പിറ്റൽ എന്താണ് എല്ലാ ഇൻഫർമേഷൻസും, പ്രത്യേകിച്ച് ഡാറ്റ എല്ലാ ബേസിസുകളിലും ആ ഒരു ഇൻഫർമേഷൻസ് അതിൽ കിടപ്പുണ്ടാവും. ഓക്കെ, ഇനി മാത്രമല്ല എന്താണ് ഏതെങ്കിലും തരത്തിൽ ലാബ് ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഇപ്പൊ ഇൻ കേസ് ചിലപ്പോ UHD അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആ യൂണിക് ഐഡന്റിഫിക്കേഷൻ ID ഒക്കെ പേഷ്യന്റ് മറന്നുപോയി കഴിഞ്ഞാലും ആളുടെ പേരോ കാര്യങ്ങളോ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ആളുടെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിപ്പോ ഒരു ലാബ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ വീണ്ടും ഇത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം ഓൾറെഡി നമ്മുടെ പേരോ നമ്പേഴ്സോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഈ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ ഓൾറെഡി അത് കിടപ്പുണ്ടാവും. ഓക്കെ, ഇനി ഒരു പേഷ്യന്റിന് ഇപ്പൊ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഒന്നും ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ, നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ പോലും എന്താണ് ആളുടെ പേരും കംപ്ലീറ്റ് അഡ്രസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് നമുക്കത് ഒരൊറ്റ പ്രാവശ്യം സെർച്ച് ചെയ്താൽ പോലും മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ നിന്നാണ് പേഷ്യന്റിന്റെ കാര്യം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ നിന്ന് എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് IDs നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല എന്താണ് ഒരു രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന HMSD ഒരു ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് കൂടി തന്നെ നമുക്ക് എന്താണ് പലതരത്തിൽ ഇത് ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇറേഴ്സുകൾ മിനിമൈസ് ചെയ്യാനും എല്ലാ ഇൻഫോർമേഷൻസിന്റെ സേഫ്റ്റി ഉറപ്പ് വരുത്താനായിട്ട് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സോട് കൂടി നമുക്ക് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോ HMSന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? patient portal, medical billing, patient scheduling, e-prescribing and
റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആൻഡ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. മൂന്നാണ് HMSന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉള്ളതെന്ന് പറയുന്നത്. പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്ന് പറയുന്നത് ഇത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കി പറയുന്നതാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞതിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഹെൽത്ത് ഇൻഫോർമേഷൻ, അതായത് നമ്മളിപ്പോ പഠിച്ച ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ബ്രീഫ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു. Health information system will go on to bring changes in healthcare service with a system, powerful system, hospitals and medical procedure. നമ്മൾ ഇത്തരം ഫീച്ചേഴ്സുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് നല്ല രീതിയിലുള്ള ആ ഒരു പ്രത്യേകിച്ച് എന്താണ് ഹോസ്പിറ്റൽ സിസ്റ്റം പവർഫുൾ ആയിട്ടാണ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല എന്താണ് എഫിഷ്യൻസി ഓഫ് ദ പ്രൊഫഷണൽസ് ഇൻക്രീസ് ബട്ട് ഓൾസോ ദിയർ വർക്ക് വിൽ ബിക്കം ഈസിയർ ആൻഡ് മോർ ഓർഗനൈസ്ഡ്. ഒരു ടെക്നോളജി അധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നതിനാൽ തന്നെ എന്താണ് കുറെ കൂടി എന്താണ് കുറച്ചും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനറിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ മാത്രമല്ല എന്താണ് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ്, പേഷ്യന്റിന് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് നമുക്ക് ഇത്തരം സിസ്റ്റംസുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സാധ്യമാകും. പിന്നെ in short, HIS offers win-win situation for both patients and the healthcare providers when it comes defining our care delivery services. ഈ ഒരു HIS അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് പേഷ്യൻസും ഹെൽത്ത് കെയർ സെറ്റിംഗ്സിനും എന്താണ് നല്ല രീതിയിലുള്ള ഔട്ട്കംസ് ഉണ്ടാക്കാനും നല്ലൊരു സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും വളരെ ഈസി ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും ഇത്തരം സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടി സാധ്യമാകുന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫീച്ചേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഫീച്ചർ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്? യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുന്നത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇനി നമ്മുടെ ക്ലിനിക്കൽ ഇൻഫർമേഷൻസിൽ ഏതൊക്കെ ടൈപ്സ് ആണ് വരുന്നതെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് വരുന്നുണ്ട്. ദെൻ ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് EHR. അപ്പൊ എന്താണ് ഇതൊരു ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറി ആണ് എന്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR. അതിന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് പേഷ്യൻസ് ആൻഡ് പോപ്പുലേഷൻ ഇലക്ട്രോണിക്കലി റെക്കോർഡഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ്. നമ്മുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും എല്ലാ ഇൻഫർമേഷൻസും ഇലക്ട്രോണിക്കലി ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് എന്ത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ വരുന്നത്. പേഷ്യൻസിന്റെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുന്നത്? റെക്കോർഡ്സ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് ഡിഫറെന്റ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. റെക്കോർഡ്സ് ആർ ത്രൂ ദ യുവർ നെറ്റ്വർക്ക് കണക്റ്റഡ് എന്റർപ്രൈസസ് വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഓർ അതർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് എക്സ്ചേഞ്ച്. അപ്പോൾ ഈ EHR-ലുള്ള പേഷ്യൻസിന്റെ വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താണ് അതായത് ഒരു രോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളും ഡിജിറ്റലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മുടെ EHR എന്ന് പറയുന്നത്. എല്ലാ ഇൻഫർമേഷൻസ് എങ്ങനെയായിരിക്കുമല്ലോ ഡിജിറ്റലി ആയിരിക്കുള്ളൂ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാ നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. EHR may consist of a range of data. ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കുന്നത്? ഡെമോഗ്രാഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി. ഡെമോഗ്രാഫിക്സ് എന്ന പേഷ്യൻസിന്റെ എണ്ണങ്ങളാണ് കേട്ടോ. മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻസ്, അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്. പേജ് നമ്പർ 73 ഹെഡിങ് നോക്കൂ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് EHR-ല്? പേഷ്യൻസിന്റെ ഡെമോഗ്രാഫിക്സ്, മെഡിക്കൽ ഹിസ്റ്ററി, മെഡിക്കേഷൻസ് ആൻഡ് അലർജീസ്, ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട്, റേഡിയോളജി ഇമേജസ്, വൈറ്റൽ സയൻസ്, പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, വെയിറ്റ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ. അപ്പോൾ EHR എന്ന ഡിജിറ്റൽ ഫോർമാറ്റിൽ പേഷ്യൻസിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ ഹിസ്റ്ററി മുതൽ ബില്ലിംഗ് ഇൻഫർമേഷൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോ EHR-ൽ നമുക്ക് എല്ലാ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ സമഗ്രമായിട്ടുള്ള ഡീറ്റെയിൽസുകളും റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു.
ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. EHR കൺസിസ്റ്റ് ഓഫ് തുടങ്ങി ഈ ഇൻഫർമേഷൻ വരെയുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ? എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. മനസ്സിലായോ? യെസ്. Then, for several decades, electronic health records have been evaluated as key enhancing quality care. Electronic health records are used for reasons that charting for patients today. Providers are using data from patient records to enhance quality outcomes by means of their care management programs. ഇനി നമുക്ക് എന്താണ് EHR വഴി നമുക്ക് പേഷ്യൻസിന്റെ കെയറിംഗ് ഇംപ്രൂവ്മെന്റ്, അതായത് പേഷ്യൻസിനെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഈ റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല എന്താണ് ഒരു രോഗിയുടെ പരിചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിലയേറിയ ഡാറ്റാസും നമുക്ക് എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റും. Okay. Then EHR combine all patient demographics into large pool uses of this information to help the creation of new treatments or innovation healthcare delivery, which overall improve the goals in healthcare. ഇനി എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ EHR ഒരു രോഗിയുടെ എല്ലാ വിശദാംശങ്ങളും നമ്മൾ ശേഖരിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഏതെങ്കിലും പുതിയ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പുതിയ ട്രീറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇലക്ട്രോണിക് റെക്കോർഡ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് അതിന് കൂടുതൽ സഹായകമാണ്. അതായത് EHR ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളും കമ്പൈൻ ചെയ്യുകയും ഏതെങ്കിലും തരത്തിലുള്ള പുതിയ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ. Then EHR can improve quality care by using the data and analytic to avoid hospitalization among high risk patients. ഇനി എന്താ പറയുന്നത് EHR ബാക്കി എന്ത് കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന് ഗുരുതരമായിട്ട് എന്തെങ്കിലും റിസ്ക് ഉള്ള പേഷ്യൻസിനെ കുറിച്ചിട്ട്. അപ്പൊ അവരെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസ്ക് ഉള്ള പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കാറ്റഗറൈസ് ചെയ്ത കാര്യത്തോട് നമ്മൾ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ അവരുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്നത്. അപ്പൊ എന്താണ് പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിന് ഇത്ര ക്രിട്ടിക്കലി അല്ലെങ്കിൽ റിസ്ക് ഉള്ള പേഷ്യൻസിനെ തിരിച്ചറിയാനും അവരുടെ സിവിയറിറ്റി അവരുടെ തീവ്രതയൊക്കെ മെഷർ ചെയ്യാനും വേണ്ടി നമുക്ക് എന്താണ് ഈ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഹൈലി റിസ്ക് ഉള്ള പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് EHR ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യെസ്. That EHR system are outlined to record and store data correctly and capture the state of patient over time, which remove the need to trace down patients' previous paper medical records and helps in ensuring data is up to date, accurate and readable. ഇനി നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിനേക്കാളും പേപ്പർ റെക്കോർഡ്സിനേക്കാളും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പേപ്പറിനേക്കാളും കൂടുതൽ ഇലക്ട്രോണിക് ഫെസിലിറ്റേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? പേപ്പർ റെക്കോർഡ്സ് ആണോ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണോ നല്ലത്? ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ് അല്ലെ. EHR അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്താണ് അപ് ടു ഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. പേപ്പേഴ്സിൽ എഴുതുന്നത് പോലെയല്ല നമുക്ക് ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണെങ്കിൽ റെക്കോർഡ്സിൽ ചിലതൊക്കെ വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അല്ലെ ചിലത് എഴുതുന്നത്. പക്ഷെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനും നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ വിവരങ്ങളെല്ലാം തന്നെ വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിക്കും? EHR സാധിക്കും. Okay. Then it also open communication between the patient and provider by providing privacy and security. മാത്രമല്ല EHR എല്ലാ റെക്കോർഡ്സുകളും ആ പേഷ്യന്റ് പ്രൊവൈഡറും തമ്മിൽ മാത്രമേ ഡിസ്കസ് ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. ഓക്കെ, അങ്ങനെ അവരുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് EHR ഉപയോഗിക്കുന്നതോടുകൂടി സാധിക്കും. Then it can lessen the risk of data replication since there are only one modifiable file, which means the file is more likely up to date and reduce the risk of lost paperwork, and it is cost efficient because of the digital information being searchable and in single file. നമുക്ക് ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മോഡിഫിബിൾ ആയിട്ടുള്ള ഫയലിലായിരിക്കും സൂക്ഷിച്ചിരിക്കുക. ഒരു പേപ്പർ റെക്കോർഡ്സ് ആണ് നോക്കുകയാണെങ്കിൽ നമുക്കത് എങ്ങാനും
മിസ്സായി പോയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അത് സെർച്ച് ചെയ്ത് കണ്ടെത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല. പേപ്പർ റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്, നമുക്കത് കംപ്ലീറ്റ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ഇലക്ട്രോണിക് സംവിധാനങ്ങളാണെങ്കിൽ എന്താണ് നമുക്ക് പേഷ്യന്റിന്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ആ ഒരു ഫയലിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താനായിട്ട് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിക്കുന്നത് വഴി എന്താണ് സാധിക്കുന്നത്. ഓക്കെ, then EMRs, electronic medical records, are more effective when taking out of medical data for examination of possible trends and long-term changes in a patient. Population-based studies of medical records may also be made easier by the widespread adoption of EHRs and EMRs. So, നമ്മള് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് പ്രത്യേകിച്ച് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യത്തിൽ പഠനങ്ങളുടെ വിധേയമായിട്ട് തന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് വളരെ ഈസി ആയിട്ടും അല്ലെങ്കിൽ ഇതിലേക്ക് കോപ്പീസ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അല്ലെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഫയൽ നെയിം അടിച്ചു കൊടുത്താൽ തന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ നമുക്ക് ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടും പേപ്പർ റെക്കോർഡ്സിനേക്കാൾ കൂടുതലും എളുപ്പം എന്ത് തന്നെയാണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിനെങ്ങനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്പാരിസൺ വിത്ത് പേപ്പർ റെക്കോർഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇലക്ട്രോണിക് റെക്കോർഡും പേപ്പർ റെക്കോർഡും നമ്മൾ കമ്പാരിസൺ, പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ എന്താണ്, അതിന്റെ പ്രധാന വ്യത്യാസം എന്താണ് കമ്പാരിസണില്? നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പേപ്പർ ആണോ ഇലക്ട്രോണിക്സ് ആണോ? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് അല്ലെ. നമ്മൾ EHRനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. സെക്യൂരിറ്റി കൊടുക്കുന്നത് ആർക്കാണ്? ഹെൽത്ത് റെക്കോർഡ്സ്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് റിയലിസ്റ്റിക് ആണ്. റിയലിസ്റ്റിക് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതാണ് ചൂസ് ചെയ്യുന്നത്. This transparency, portability and accessibility gained by the adoption of electronic medical records may make larger aids which they can be accessed by healthcare professionals, but also can enlarge the amount of stolen information by unauthorized person or untrustworthy users versus paper medical records. Okay, ഇവിടെ പറയുന്നത് നമുക്ക് EHR എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ ആണ്. അത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലിക്സ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് അത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പേപ്പർ റെക്കോർഡ് എന്താണ്? പേപ്പർ റെക്കോർഡ്സ് എങ്ങനെ എടുക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേപ്പർ റെക്കോർഡ്സ് എടുക്കാൻ പറ്റും അല്ലെ. ഇവിടെ EHRലേക്ക് എന്തെങ്കിലും ഒരു പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് എന്താണ് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റത് എന്താണ് എങ്ങനെ വേണമെങ്കിലും നോക്കാം, ആർക്ക് വേണമെങ്കിലും അത് മോഷ്ടിച്ചു കൊണ്ടുപോകാം, എന്ത് തരത്തിലുള്ള ക്രമക്കേടുകൾ അതിലവർക്ക് കാണിക്കാൻ പറ്റും പേപ്പർ റെക്കോർഡ്സിന് അല്ലെ. ഇപ്പൊ എഴുതിയത് മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും എഴുതി ചേർക്കാൻ പറ്റില്ല അതില്. ഓക്കെ, അങ്ങനെ കള്ളത്തരങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ക്രമക്കേടുകൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തിൽ വന്നിട്ടുണ്ട്? പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ EHR അതൊന്നും തന്നെ സാധ്യമാകില്ല. കാരണം ഒരു പ്രത്യേക ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിൽ പേഷ്യന്റിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കൂ. എന്തുകൊണ്ടാണ്? ഏറ്റവും സെക്യൂർഡ് ആയിട്ടാണ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകൾ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ പേപ്പർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് അത്രയ്ക്ക് സെക്യൂർഡ് അല്ല അല്ലെ. തികച്ചും നമുക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലല്ല പേപ്പർ റെക്കോർഡ്സുകൾ നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മാത്രമല്ല എന്താണ് ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ കോൺഫിഡൻഷ്യാലിറ്റിയും സെക്യൂരിറ്റിയും നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. പേപ്പർ റെക്കോർഡ്സിൽ നേരെ മറിച്ചാണ്. ഓക്കെ, ദെൻ Health Information and Accessibility Act and large scale violation in the confidential records reported by EMR users. അപ്പോൾ ഈ ഇൻഫർമേഷൻ ആക്ട് പ്രകാരം തന്നെ എന്താണ് പല ലാർജ് സ്കെയിൽ വയലേഷൻസ് എന്തിൽ നടക്കുന്നുണ്ട്? പേപ്പർ റെക്കോർഡ്സിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. Then concerns about security contribute to the resistance shown to their adoption. When users log into the electronic health records, it is their accountability to ensure the information stay confidential, and this is done
by keeping their password unknown to others and logging off before leaving the station. അപ്പൊ ഇതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുണ്ട്, പിന്നെ പറയുന്നതില്ല. നമുക്ക് ഇതെല്ലാം കേരളത്തിൽ എന്താണ് കൃത്യമായിട്ടൊരു ലോഗിൻ ചെയ്യുന്ന ഒരു പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്തിലേക്ക് കയറാൻ പറ്റുള്ളൂ, EMR ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, അത്രയ്ക്കും സെക്യൂർഡ് ആയിട്ടാണ് പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻസ് EMR സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും മറ്റൊരാൾക്ക് അൺഓതറൈസ്ഡ് ആയിട്ട് ഒരാൾക്കും എന്താണ് അത് ആക്സസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല കൃത്യമായിട്ട് ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ അത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ലോഗ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, വ്യക്തമായ ഒരു പാസ്വേഡ് അതിലുണ്ടായിരിക്കും. ഓക്കെ, then handwritten paper medical records may be poorly readable, which can contribute medical errors. Printed forms, standardization of short forms, and standard of penmanship were inspired to make better readability of paper medical records. ഇപ്പൊ നമ്മുടെ ഹാൻഡ് റിട്ടൺ പേപ്പർ, ഈ മെഡിക്കൽ പേപ്പർ റെക്കോർഡ്സിന്റെ ഒരു എന്താണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരേപോലെ വായിക്കാൻ പറ്റുമോ, അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങള് പൂർലി റീഡബിൾ ആണ്, അല്ലെ, നമുക്ക് എല്ലാവർക്കും തന്നെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കണമെന്നില്ല. മാത്രമല്ല മെഡിക്കൽ എറേഴ്സ്, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ പോലും എന്താണ് ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ് അവിടെ മാറുന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മെഡിക്കൽ ടെർമിനേറ്ററി ഷോർട്ട് ഫോംസുകൾ പോലും ഈ പെൻമാൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് രചനാ വൈഭവം എന്നൊരു മീനിങ്, അതായത് എഴുതുന്ന ശൈലിയൊക്കെ മാറിപ്പോയി കഴിഞ്ഞാല് എഴുതുന്നത് കൈകൊണ്ടാണ് എഴുതുന്നത്, പേന ഉപയോഗിച്ച് എഴുതുന്നത് കൊണ്ട് തന്നെ എന്താണ് സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മൊത്തത്തിൽ വന്നു കഴിഞ്ഞാല് അവിടെ എന്ത് സംഭവിക്കുന്നു, അതിന്റെ റിയലബിലിറ്റി നഷ്ടപ്പെടാൻ, അല്ലെ, ആ ഒരു രോഗം ചിലപ്പോ ഒരു രോഗത്തിന്റെ അവസ്ഥ, ആ പേഷ്യന്റിന്റെ അവസ്ഥ തന്നെ ചിലപ്പോൾ മാറിപ്പോകും. അതിനനുസരിച്ച് പിന്നെ മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ അത്തരത്തില് ഹാൻഡ് റിട്ടൺ പേപ്പേഴ്സ് നമ്മൾ ഒഴിവാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഇതേപോലത്തെ മിസ്റ്റേക്സ് എററുകൾ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒഴിവാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതൊരു തരം പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞാൽ പേപ്പർ റെക്കോർഡ്സുകൾ ഉപയോഗിക്കുന്നത് വഴി ഇത്തരത്തിലുള്ള പിശകുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയാണ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അത് മാത്രമല്ല നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ എന്താണ് മിസ്റ്റേക്കുകൾ വരാം. അതായത് ഈ പേപ്പർ റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചാർട്ട്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻസിന് മിസ്റ്റേക്ക് വരാനും അവിടെ പലതരത്തിലുള്ള ഇതേപോലെ മെഡിക്കേഷൻസിലൊക്കെ മാറ്റങ്ങൾ വന്ന് പല പ്രശ്നങ്ങൾ, രോഗികൾക്ക് മരുന്ന് മാറിക്കൊടുത്തു പക്ഷെ വളരെ അപകടങ്ങൾ വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, medication is intermediation that can turn person's status from a stable unstable very rapidly. With paper documentation, it is very easy to not properly document the administration of medication. The time given or errors like giving the wrong drug dose, form of not checking for allergies, and could affect the patient negatively. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ മെഡിക്കേഷൻസ് മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ എന്താണ് ചിലപ്പോൾ ഡോസേജ് മാറാം, പേഷ്യന്റിന് പലതരത്തിലുള്ള അലർജീസ് സംഭവിക്കാം, ചിലപ്പോൾ മരണകാരണം വരെ ആയേക്കാം, അല്ലെ, അതൊരു പേഷ്യന്റിനെ നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിലെ വിവരങ്ങളെല്ലാം തന്നെ എങ്ങനെയായിരിക്കും, എഫക്റ്റീവ് ആയിട്ട് അല്ലെ ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ മാത്രമായിരിക്കും ഇലക്ട്രോണിക് റെക്കോർഡ്സിൽ നമുക്ക് സൂക്ഷിക്കാൻ. പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള എററുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എത്രത്തോളം 55 to 83% നമുക്ക് എന്താണ് പല മിസ്റ്റേക്സുകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് സ്റ്റേബിൾ ആയ ഒരു വ്യക്തിയെ അൺസ്റ്റേബിൾ ആക്കി മാറ്റാനായിട്ട് ചെറിയൊരു ലെറ്റേഴ്സോ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു മെഡിക്കൽ ടൈം മാറിപ്പോയാൽ മതി, അല്ലെ, എന്ത് സംഭവിക്കും, ചിലപ്പോൾ ആ പേഷ്യന്റ് മരണപ്പെട്ടേക്കാം. അങ്ങനെ നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം ഫെസിലിറ്റീസ്, ഇത്തരം ടെക്നോളജീസ് ഒക്കെ വികസിച്ച് വരാനായിട്ടുള്ള കാരണമായത്. ഓക്കെ, then electronic records may help with standardization of forms, terminology, and data input. Digitalization of forms may facilities for the collection of data, epidemiology, and clinical studies. However, standardization may create challenges. Local practice overall, those with EMR that have automated notes and records, order entry, and clinical decision support has lesser complications, lower mortality rates, and lower costs. So, electronic സാങ്കേതികവിദ്യ എടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും മരണനിരക്ക് വരെ കുറയ്ക്കാനായിട്ടും സാധിക്കും. മാത്രമല്ല
ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും, പ്രത്യേകിച്ച് പ്രൊഫഷണൽസ്, ഫിസിഷ്യൻസ്, എല്ലാ സ്റ്റാഫ്സുകൾക്കും എന്താണ് നല്ലൊരു പ്രാക്ടീസ്, നല്ലൊരു സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും എന്തിനും സാധിക്കുന്നുണ്ട്, ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും അല്ലെ. നമുക്ക് ഒരു പരിധി വരെ മിസ്റ്റേക്സുകൾ കുറച്ചുകൊണ്ട് രോഗികൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സേവനം കൊടുക്കാനായിട്ട് ഇത്തരം ഇലക്ട്രോണിക് റെക്കോർഡ്സുകൾ വഴി സാധ്യമാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്. നമ്മളിപ്പോ പറഞ്ഞത് കമ്പാരിസൺ ആണ് കേട്ടോ. പേപ്പർ റെക്കോർഡും മെഡിക്കൽ റെക്കോർഡ്സ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും നമ്മളുടെ കമ്പാരിസൺ ആണ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്. Sharing their electronic health records with people who have type 2 diabetes help to reduce the blood sugar levels. അപ്പോൾ നമ്മൾ ഏതൊക്കെ പേഷ്യൻസിനാണ് ഈ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്? പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? ടൈപ്പ് 2 ടൈപ്പ് 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ ഡയബറ്റീസില്? ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കും, പക്ഷെ എന്താണ് ബോഡിക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ അങ്ങനെയുള്ള പേഷ്യൻസിന് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ എന്താണ് അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഉദാഹരണം പോലെ കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ. ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസിന് ഏറ്റവും ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. Then it means of helping people understand their own health condition and making them involved actively in its management. They could also use for research which enable various scientific analysis and novel tools. എന്താ പറയുന്നത്? ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസിനാണ് അവരുടെ പ്രത്യേകിച്ച് ഹെൽത്ത് കണ്ടീഷൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അവരുടെ കൃത്യമായിട്ടുള്ള ഡാറ്റാസുകൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനും സാധിക്കുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? EHR ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല വിച്ച് എനബിൾ വേരിയസ് സയന്റിഫിക് അനാലിസിസ് ആൻഡ് നോവൽ ടൂൾസ്. നോവൽ ടൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോവൽ ടൂൾസ് ന്യൂ ടൂൾസുകളാണ്. ന്യൂ ടൂൾസ് മീൻസ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, അതായത് ടെക്നോളജി റിലേറ്റഡ് ന്യൂ മെറ്റീരിയൽസ്, പേഷ്യൻസിന്റെ ചികിത്സയെ കൂടുതൽ എളുപ്പമാക്കുന്ന രീതിയിലുള്ള ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ എന്താണ് റിസർച്ചിന്റെ ഭാഗമായിട്ട് അത് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് ആർക്കാണ്? പേഷ്യൻസിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ ഈ HMX എന്ന സിസ്റ്റം തന്നെ എന്താണ് പേഷ്യൻസിന്റെ എല്ലാ തരത്തിലുള്ള ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസിനും നല്ലൊരു സർവീസസ് കൊടുക്കുന്ന രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരെ ഓക്കെ ആണോ പറഞ്ഞത്? ഇനി നമ്മളിപ്പോ പഠിച്ച എന്താണ്? ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഫസ്റ്റ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേരാണ് എന്ത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അഥവാ EHR എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്തത് എന്താണ്? അടുത്ത ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഏതാണ്? ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS എന്ന് പറയുന്നത് കേട്ടോ. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം സംടൈംസ് ഇൻഡിക്കേറ്റ് ടു, ഇതിന് പല പേരുകളും പറയുന്നുണ്ട്. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. 3 പേരിൽ പറയുന്നുണ്ട്. LIMS ഉണ്ട്, LIS ഉണ്ട്, LMS ഉണ്ട്. പേരുകൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണിത്? It's a software based solution with the features that give support of modern laboratory operations. അല്ലെ, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ LIMS നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിന്റെ ആക്സസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്? ലാബിന്റെ അല്ലെ, പ്രത്യേകിച്ച് ലബോറട്ടറിയുടെ വർക്ക് ഫ്ലോസുകൾ ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ LIMS എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്.
അതായത് ലാബുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വർക്ക് ഫ്ലോസും ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. Then ഇവിടെ പറയുന്നുണ്ട് key features include but are not limited to workflow and data tracking, support flexible architecture and data exchange interfaces which fully support its regulator environment. The features and use of LIMS have developed over the years from simple sample tracking to an enterprise's resource planning tool that manage manifold aspects of laboratory informatics. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് LIMS ഉപയോഗിക്കുന്നത്? LIMS ഉപയോഗിക്കുന്നത് എന്താണ്? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് LIMS ഉപയോഗിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയത് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അതിൽ പഠിക്കാനില്ല നിങ്ങൾക്ക്. ഓക്കെ, യെസ്, ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റം ആണ്. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്? മാനേജ് ലബോറട്ടറി ഡാറ്റ. ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡാറ്റാസും വർക്ക് ഫ്ലോസും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? LIMS എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? LIMS എന്താണ്? ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡാറ്റാസും വർക്ക് ഫ്ലോസും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? LIMS. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ വളരെ? യെസ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് LIMSന്റെ എക്സ്പാൻഷൻസ് പഠിക്കാം. 3 പേരുകൾ പഠിക്കാം കേട്ടോ. ഇതാണ് ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം LIMS, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം, അങ്ങനെ 3 പേരുകൾ പഠിക്കാം കേട്ടോ. എന്താണ് ഇത് മാനേജ് ചെയ്യുന്നത്? ലബോറട്ടറി ഡാറ്റ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ LIMS ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലബോറട്ടറി ഡാറ്റ. വെറും ഡാറ്റ അല്ല, ഇവിടെയുള്ള ഡാറ്റാസ് ആണ്. ലബോറട്ടറി ഡാറ്റാസും വർക്ക് ഫ്ലോസും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് LIMS ഉപയോഗിക്കുന്നത്. There is no useful definition the term LIMS since it is used to encompass the number of different laboratory informatic components. The spread and the depth of these components is greatly depend on the LIMS implementation itself. All LIMS have workflow component and some summary data management facilities, but beyond that, there are notable differences in functionality. Okay. Next, എന്താണ് ഇവിടെ പറയുന്നത്? LIMS എന്ന പദം നമ്മൾ പറഞ്ഞല്ലേ, ഇത് ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല എന്താണ്, പലതരത്തിലുള്ള ഇന്റർവെറ്ററി അല്ലെങ്കിൽ ഇൻഫോർമാറ്റിക് കമ്പോണൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇതിൽ ഈ LIMSന്റെ ഉള്ളിൽ തന്നെ പല ചെറിയ ചെറിയ രീതിയിലുള്ള ഫങ്ഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയായിരിക്കുള്ളൂ? അതായത് എല്ലാ LIMSനും ഒരേ വർക്ക് ഫ്ലോ ആണുള്ളത്. പക്ഷെ എന്താണ്, ചില ഡാറ്റാബേസിൽ ചില ഡാറ്റാസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അത് വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും കാഴ്ചവെക്കുന്നത്. ഒരേ സോഫ്റ്റ്വെയർ തന്നെയാണ്, പക്ഷെ ചില രീതിയിൽ ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്ന എന്താണ്, അത് ഓരോ ഫങ്ഷൻ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് എന്താണ് ഇവിടെ? ലാബിന്റെ പ്രത്യേകിച്ച് ലബോറട്ടറി ഡാറ്റാസ് മാത്രമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ചില കാര്യങ്ങളെല്ലാം ചില ഫങ്ഷൻസ് ചില ഡാറ്റാസ് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ പ്രവർത്തനത്തിൽ വ്യത്യസ്തത വന്നേക്കാം. ഓക്കെ, യെസ്, നിങ്ങൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് വരാനില്ല കേട്ടോ. എന്താണ് LIMS എന്നും അതിന്റെ എക്സ്പാൻഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിക്ചർ കണ്ടോ? എങ്ങനെയാണ് അത് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ട്രാക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? LIMS ക്ലിയർ ആണോ? Next, radiological information system. Radiological information system, RIS, expansion പഠിക്കണം കേട്ടോ. RIS is a core system for the electronic management of imaging departments. The major function of RIS can consist patient scheduling, resource management, examination of performance tracking, reporting, result distribution, and procedure billing. Okay. റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്ത് ഡാറ്റാസ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്? എന്ത് ഡാറ്റാസ് ആയിരിക്കും? റേഡിയോളജി ഇമാജിനിങ് മാനേജ്മെന്റ് ആണ് അല്ലെ. റേഡിയോളജിയുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ഇൻഫർമേഷൻ സിസ്റ്റംസ്, എല്ലാ മാനേജിങ് ആക്ടിവിറ്റീസ് ആയിരിക്കും അവിടെ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ,
ട്രാക്കിംഗ്, റിപ്പോർട്ട്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, ബില്ലിംഗ് പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാൻ. എന്തൊക്കെയാണ്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ, ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊസീജിയർ, ബില്ലിംഗ്. ഓക്കെ, ഇതിന് രണ്ട് കമ്പോണൻസുകളുണ്ട്. റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം രണ്ട് സോഫ്റ്റ്വെയറുമായിട്ട് കമ്പയർ ചെയ്ത് ഇന്റർഗ്രേറ്റ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ് അതിന്റെ കോംപ്ലിമെന്റ്സുകൾ എന്ന് പറയുന്നത്? ഒന്ന് HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ആൻഡ് പാക്സ്. പാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് എ ക്രൂഷ്യൽ എഫിഷ്യന്റ് വർക്ക്ഫ്ലോ ഇൻ റേഡിയോ പ്രാക്ടീസസ്. അപ്പൊ RIS എന്ന സോഫ്റ്റ്വെയർ രണ്ട് കമ്പോണൻസുകളുടെ കൂടെയും പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റവുമായിട്ടും ഒന്ന് പാക്സുമായിട്ടും. പാക്സ് എന്ന് പറയുന്നത് എന്താണ്? പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, മനസ്സിലായോ? രണ്ട് കമ്പോണൻസുകൾ കോംപ്ലിമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന്? ശ്രദ്ധിക്കട്ടോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, യെസ്. അപ്പൊ എന്താണ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? എന്ത് കാര്യങ്ങളാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് നമ്മള്? ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റം ദാറ്റ് മാനേജ് റേഡിയോളജി ഡാറ്റ. കംപ്ലീറ്റ് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റാസും വർക്ക് ഫ്ലോസും ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് മുതൽ പ്രൊസീജിയർ, ബില്ലിംഗ് പ്രൊസീജിയർ വരെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ? എളുപ്പമല്ല, അത് മനസ്സിലായില്ലേ? യെസ്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. RISന്റെ ഫീച്ചേഴ്സ് നോക്കാം. ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം commonly support of the following features. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ ഷെഡ്യൂളിംഗും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പേഷ്യന്റിന്റെ ലിസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നു. മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിംഗ് പാക്ക് ലിസ്റ്റ്. മൊഡാലിറ്റി ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ഇമാജസുകളാണ്, മെഡിക്കൽ ഇമാജസ് ആണ്. നമ്മുടെ MRI, എക്സ്റേസ് ഒക്കെയാണ് എന്ത് പറയുന്നത്? മൊഡാലിറ്റി ഇന്റർഫേസുകൾ എന്ന് പറയുന്നത് കേട്ടോ. എക്സ്റേ, MRI, CT ഒക്കെയാണ് എന്ത്? മൊഡാലിറ്റി ഇന്റർഫേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ വർക്ക് ലിസ്റ്റുകൾ നമുക്ക് എന്തിൽ സൂക്ഷിക്കാൻ പറ്റും? ഈ RIS സോഫ്റ്റ്വെയറിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും വർക്ക് ലിസ്റ്റുകൾ. മനസ്സിലായോ? മൊഡാലിറ്റി ഇന്റർഫേസസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഇമാജസുകളാണ് കേട്ടോ. എക്സ്റേ, MRI മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ദെൻ വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹോൾ വർക്ക്സ് മാനേജ് ചെയ്യുന്നത് ഏതിലാണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്. പിന്നെ റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അഭ്യർത്ഥനകളും ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. റിസൾട്ടുകൾ എൻട്രി ചെയ്യാൻ പറ്റുന്നു. എടുക്കുന്ന എല്ലാ റേഡിയോളജി റിപ്പോർട്ട്സുകളിലും റിസൾട്ടുകൾ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് അല്ലെ, ഇതിലൂടെ നമുക്ക് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നേഷൻ അഥവാ VR എന്ന് പറയുന്നത് എന്താണ്? വോയിസ് റെക്കഗ്നേഷൻ. അതൊരു സ്പീക്കർ ആണ്, അതൊരു ഡിവൈസ് ആണ് കേട്ടോ. VR എന്ന് പറയുന്നത് ഒരു ഡിവൈസസ് ആണ്. ഇത് ചെറിയൊരു മൈക്രോഫോൺ പോലെ. അതായത് നമ്മൾക്ക് ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് എന്താണ്? വോയിസ് വഴി നമ്മൾ ചിലപ്പോൾ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതെന്താണ്? ആ റിപ്പോർട്ട്സുകൾ ആ ഒരു ചെറിയ ഡിവൈസിലൂടെ നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്. അതും ഈ ഒരു സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിജിറ്റൽ റിപ്പോർട്ടിംഗിൽ എന്ത് വരുന്നുണ്ട്? വോയിസ് റെക്കഗ്നേഷനും വരുന്നുണ്ട്. VR ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയൊരു സ്പീക്കർ അല്ലെങ്കിൽ ചെറിയ ഡിവൈസ് മൈക്രോഫോൺ പോലെ ഇരിക്കുന്നത് കാണാനായിട്ട്. ഓക്കെ, യെസ്. Then printable like patient letters and printed reports. Printable like patient letters and printable records എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈസി ടു റീഡബിൾ ആയിട്ടുള്ള ലെറ്റേഴ്സിലായിരിക്കും അതിന്റെ റിപ്പോർട്ട്സ്. നമ്മൾ കണ്ടിട്ടില്ല റേഡിയോളജിയുടെ ഒക്കെ റിപ്പോർട്ട്സ് കണ്ടിട്ടില്ലേ? ഈസി ആയിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഓരോ ലെറ്റേഴ്സിനും ആക്യുറേറ്റ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ആ റിപ്പോർട്ട്സിൽ പുറപ്പെടുവിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് റീഡബിൾ ആണ്. ഓക്കെ, then result transmission via integration of emailing or clinical reports. Result transmission via integration of emailing and clinical reports. എന്താ പറയുന്നത്?
നമുക്ക് ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ എന്താണ് ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. റെക്കോർഡ്സുകളൊക്കെ ക്ലിനിക്കൽ ആയിട്ടുള്ള റെക്കോർഡ്സുകൾ ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്താണ് കൊടുക്കാനായിട്ട് സാധിക്കും, ഡെലിവർ ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സുകൾ തയ്യാറാക്കാൻ, അതായത് പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ് എന്താണ്? ടെക്നിക്കൽ ഫയൽസ് സാങ്കേതികമായിട്ടുള്ള എല്ലാത്തരം ഫയൽസുകളും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കുന്നു. Then mortality and material management. Mortality and material management എന്താണ്? ഇവിടെ മെഡിക്കൽ ഇമാജിൻ മാനേജ്മെന്റ്, എക്സ്റേ അല്ലെങ്കിൽ CT, MRI മുതലായിട്ടുള്ള മെറ്റീരിയൽസിന്റെ ഒക്കെ മാനേജ്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്തിലാണ്? ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. Then കൺസേൺ മാനേജ്മെന്റ് എന്താണ്? കൺസേൺ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, കൺസേൺ എന്താണ്? പേഷ്യൻസിന്റെ സമ്മതവുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സമ്മതങ്ങളെ കുറിച്ചുള്ള കൺസേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോംസുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ എന്തിലാണ്? RIS എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞത് ബേസിക് ഫീച്ചേഴ്സ് ആണ്. എന്തിന്റെയാണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ഫീച്ചർ ആണ്. ഒന്ന് എന്താണ്? പേഷ്യന്റിന് രജിസ്ട്രേഷൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും ഈസി ആയിട്ട് സാധിക്കുന്നു. പേഷ്യന്റ് ലിസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നു. മൊഡാലിറ്റി ഇന്റർഫേസസിന്റെ ചെക്ക് ലിസ്റ്റുകൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. വർക്ക് ഫ്ലോസ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് വർക്ക് ഫ്ലോസ് കൈകാര്യം ചെയ്യുന്നു. റിക്വസ്റ്റും ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാൻ പറ്റുന്നു. റിസൾട്ടുകൾ ഈസി ആയിട്ട് എൻട്രി ചെയ്യാനും. ദെൻ ഡിജിറ്റൽ റിപ്പോർട്ട്സിന് പ്രത്യേകിച്ച് വോയിസ് റെക്കഗ്നീഷൻ VR എന്ന മൈക്രോഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ സാധിക്കുന്നു. പിന്നെ ലെറ്റേഴ്സ്, റിപ്പോർട്ട്സുകൾ എപ്പോഴും എങ്ങനെയായിരിക്കുമോ? പ്രിന്റബിൾ ആയിട്ടുള്ള, നമുക്ക് ഈസി റീഡബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും വന്നിരിക്കുന്നത്. പിന്നെ ക്ലിനിക്കൽ റിപ്പോർട്ട്സ് നമുക്ക് ഇമെയിൽ വഴി ഇതിലൂടെ മെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നു. ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാനും ടെക്നിക്കൽ ഫയൽസുകൾ ക്രിയേറ്റ് ചെയ്യാനും മൊഡാലിറ്റി മെറ്റീരിയൽ മാനേജ്മെന്റ്സുകളും പേഷ്യന്റുമായി ബന്ധപ്പെട്ട കൺസേൺസ് ഒക്കെ എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? RIS മനസ്സിലായോ? Then last one, computerized physician order entry. Computerized physician order entry. Computerized physician order entry, CPOE, underline ചെയ്യാട്ടോ. CPOE, otherwise known as computerized provider order entry or computerized practitioner order entry. പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്താണ് ഇതിന്റെ പ്രത്യേകത? Refers to the process of a medical professional entering and sending medication orders and treatment instruction electronically by way of computer application instituted on paper charts. എന്താണ് CPOE എന്ന് പറയുന്നത്? നമ്മൾ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ആ പേഷ്യന്റിനെ ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഏതിലൂടെയാണ് കൊടുക്കുന്നത്? പേപ്പർ ചാർട്ട്സിലൂടെയാണോ ഇവിടെ കൊടുക്കുന്നത്? പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ചാർട്ടിലൂടെയാണോ? അല്ല. എങ്ങനെയാണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലൂടെയാണ് അല്ലെ? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലൂടെ, അതാണ് CPOE അല്ലെങ്കിൽ CPOE എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻസ് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് ഫാർമസിയിലേക്ക്, ലബോറട്ടറിയിലേക്ക്, റേഡിയോളജി സെന്റേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോക്ടർ നേരിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് അപ്പൊ CPOE എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സിസ്റ്റം which electronically enter medical orders. Electronically ആണ് നമ്മൾ ഈ മെഡിക്കൽ ഓർഡേഴ്സ് എൻട്രി ചെയ്യുന്നത്. സച്ച് ആസ് എന്തൊക്കെയാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതില്? മെഡിക്കേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ലബോറട്ടറി ടെസ്റ്റുകൾ, റേഡിയോളജി എക്സാംസ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ഡോക്ടറുടെ കംപ്ലീറ്റ് പ്രിസ്ക്രിപ്ഷൻസും മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇലക്ട്രോണിക്കലി ആണ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ആര് സെൻഡ് ചെയ്യുന്നത്? ഫിസിഷ്യൻ ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്ത് പറയുന്നത്? നമ്മള് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? പേഷ്യൻസ് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നു, എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ്? ക്വാളിറ്റി ഓഫ് കെയർ കുറച്ചുകൂടി നമുക്ക് ഉറപ്പുവരുത്താനും
കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഇത്തരം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. കാരണം എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഫിസിഷ്യൻ ഓർഡർ ചെയ്യാണ് അല്ലെ. നമ്മുടെ മറ്റു സംവിധാനങ്ങളോ പേപ്പർ ചാർട്ട്സുകളോ ഇവിടെ വരുന്നത് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഇലക്ട്രോണിക്കലി ആണ് മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ഇറവുകളോ മറ്റു പിശകുകളോ ഒന്നും തന്നെ വരുന്നില്ല. യെസ്, മനസ്സിലായോ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്താണെന്ന്? CPOE എക്സ്പാൻഷൻ എല്ലാത്തിന്റെയും പഠിക്കണം കേട്ടോ, എല്ലാത്തിന്റെയും എക്സ്പാൻഷൻ പഠിക്കണേ. വളരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഇതെല്ലാം തന്നെ എന്ത് സിസ്റ്റംസ് ആണ്? എന്ത് സിസ്റ്റംസ് ആണ് ഇതെല്ലാം? ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആണ് കേട്ടോ. HMS-ലുള്ള ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആണ്. എന്തൊക്കെയാണ്? EHR. രണ്ടാമത് എന്താണ് നമ്മൾ പഠിച്ചത്? ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം. ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ്? ലബോറട്ടറി ഡാറ്റാസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ് നമ്മൾ മൂന്നാമത് പഠിച്ചത്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അവിടെ എന്താണ് മാനേജ് ചെയ്യപ്പെടുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വർക്ക് ഫ്ലോസും മാനേജും കാര്യങ്ങളുമാണ് ഇതിൽ ചേർന്നത് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റത്തെ നമ്മള് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ കോംപ്ലിമെന്റ്സ് ഏതൊക്കെയാണ്? RIS-ന്റെ കോംപ്ലിമെന്റ്സ് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഫാക്സ്, പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇത് രണ്ടും ഇതിന്റെ RIS-ന്റെ കോംപ്ലിമെന്റ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് കേട്ടോ. ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് മുതൽ ബില്ലിംഗ് പ്രൊസീജിയേഴ്സ് വരെ വേണം റേഡിയോളജിക്കൽ ഇൻഫർമേഷൻസ് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ. പേഷ്യന്റ് രജിസ്ട്രേഷൻ മുതൽ കൺസേൺ മാനേജ്മെന്റ് വരെയാണ് അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, അത് പഠിക്കണം കേട്ടോ. ബേസിക് ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു കൊടുക്കാം. Then computerized physician order entry. എന്താണ് computerized physician order entry? That allows physician to electronically enter medical orders. Physician to electronically medical orders enter ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താ computerized physician order entry എന്ന് പറയുന്നത്. ഇതിനെ നമ്മള് computerized practitioner order entry, computerized provider order entry എന്നൊക്കെ പല പേരുകളിൽ ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? 4 ക്ലിനിക്കൽ ഫെസിലിറ്റീസും ക്ലിയർ ആണല്ലോ? യെസ്, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് 10 uses of computers in hospitals ആണ്. ജസ്റ്റ് തുടങ്ങി വെക്കാം. 10 uses of computers in hospital. Maintain patient information. Patient information is kept organized, safe and readily available on a computer. In an emergency, medical staff need quick access to patient records. There are lesser risk of data loss or mismatching while using computer. നമുക്ക് കമ്പ്യൂട്ടറിന്റെ യൂസസ് ഹോസ്പിറ്റലില് അല്ലെ ഏറ്റവും പ്രധാനമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്താ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, നമുക്ക് പ്രധാനമായിട്ട് എന്താണ് രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് സൂക്ഷിച്ചു വെക്കാനായിട്ട് എന്തിൽ സാധിക്കുന്നു? കമ്പ്യൂട്ടേഴ്സിൽ സാധിക്കുന്നു അല്ലെ. യെസ്, അതായത് രോഗിയുടെ വിവരങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, മെഡിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ആ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരിക്കലും തന്നെ എന്താണ് ഡാറ്റാസ് മിസ്സാവുകയോ മിസ്മാച്ചിങ് വരികയോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. പേഷ്യന്റ് ഇൻഫോർമേഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? സെക്യൂർ ആയിട്ട് നമുക്ക് ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അതേപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ് എടുക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒറ്റയടിക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്യൂ ക്ലിക്സിലൂടെ തന്നെ നമുക്ക് എന്താണ് പേഷ്യന്റ് ഇൻഫോർമേഷൻസ് എത്രയും പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലെ ഫസ്റ്റ് കമ്പ്യൂട്ടേഴ്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. ഓക്കെ, മോണിറ്റർ പേഷ്യൻസ്. പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ്? പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസുകൾ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട് അല്ലെ. വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
പേഷ്യന്റിന്റെ ബയോമെട്രിക്കൽ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, പിന്നെ സാച്ചുറേഷൻ, ടെമ്പറേച്ചർ മുതലായ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്താണ് അതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ടും അതായത് പേഷ്യന്റുമായി ഇത് കമ്പ്യൂട്ടർ ലിങ്ക് ചെയ്തുകൊണ്ട് എന്താണ് ട്രാക്ക് ചെയ്യാൻ അവർ മോണിറ്റർ ചെയ്യാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. Additionally, computer monitoring system collect helpful patient data. അല്ലെ, അപ്പൊ പേഷ്യൻസിന് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റാസും പേഷ്യന്റിന്റെ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനായിട്ടും സാധിക്കും. It is possible to get back this data for future use in research or other purpose. എന്താണ് ഭാവിയിൽ എന്തെങ്കിലും തരത്തിൽ റിസർച്ചുകളോ മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാക്ക് ചെയ്ത് വെക്കുന്ന ഡാറ്റാസ് എന്താണ് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും കേട്ടോ. അപ്പൊ പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യാനും അതുപോലെ എന്താണ് പേഷ്യന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എന്താണ് എന്തെങ്കിലും റിസർച്ച് പർപ്പസസിന് ഭാവിയിലുമുള്ള റിസർച്ച് പർപ്പസസിനുമായിട്ട് എന്താണ് ഈ ഡാറ്റാസ് നമുക്ക് തിരികെ ലഭ്യമാക്കാനും സാധിക്കും. കാരണം ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഒരിക്കലും അതിൽ നിന്നത് വിട്ടു പോകുന്നില്ല അല്ലെ, എപ്പോഴും എന്താണ് അവിടെ തന്നെ സ്റ്റോർ ചെയ്തിരിക്കും. അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് അത് അനലൈസ് ചെയ്യാനും സാധിക്കും. അപ്പൊ സെക്കൻഡ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് പേഷ്യൻസിന്റെ മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്റർ പേഷ്യൻസ് ആണ് കമ്പ്യൂട്ടറിന്റെ രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ. ഓക്കെ, നാളെ ഒരു വീട് കൂടി ഉണ്ട് അല്ലെ. ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. രണ്ട് യൂസസിലെ 2 യൂസസ് ആണ് പറഞ്ഞത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത ക്ലാസ് വെച്ചാൽ നാളെ ഒരു ലാസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ. ടൈം ടേബിൾ ഒക്കെ കിട്ടിയില്ലേ നമുക്ക്? നാളെ നമുക്കൊന്നുകൂടി കാണാം. ഓക്കെ, ഓക്കെ. നാളെ ഈ പറഞ്ഞ എല്ലാവരും പറ്റുന്നവരൊന്നും നാളെ ഒന്നുകൂടി കയറണോട്ടെ ക്ലാസ്സിലെ. നാളെ ലാസ്റ്റ് ക്ലാസ് ആണേ. പറ്റുമെങ്കിൽ നാളെ ക്ലാസ് തീരുന്നതിന് മുമ്പായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് ക്യാമറ ഓൺ ചെയ്യാവോ? ഒന്ന് കാണാലോ. പറ്റുമെങ്കിൽ ഒന്ന് ഓൺ ചെയ്യണം കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബൈ പറയാൻ വേണ്ടി മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ നാളെ കാണാം കേട്ടോ. ശരി. Thank you. Have a nice day.